എല്ലാവർക്കും ഏവിയേഷൻ ടിപ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ആദ്യത്തെ ജോബ് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. കഷ്ടിച്ചാണ് 10ാം ക്ലാസ്, എല്ലാവർക്കും 10ാം ക്ലാസ് പാസ്സായി കഴിയുമ്പോൾ ഫെയർവെല്ലോ ഒക്കെ ഭയങ്കര വിഷമമായിരിക്കുമല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമായിരുന്നു. ദൈവമേ, ഈ നാശം ഒന്ന് തീർന്നു കിട്ടിയല്ലോ. ഇതായിരുന്നു എൻ്റെ ഒരു മനസ്സിലൊരു അവസ്ഥ. എൻ്റെ വീട്ടിലെല്ലാവരും പറയുമായിരുന്നു, നീ ഒന്ന് 10 കഴിയും, എന്നിട്ട് തന്നെ എവിടെയെങ്കിലും ഗൾഫിലോട്ടോ എവിടെയെങ്കിലും ഇങ്ങോട്ടെങ്കിലും കയറ്റി വിടാം എന്ന് പറയുമായിരുന്നു. അത്ര മോശമായിരുന്നു എൻ്റെ ഒരു അവസ്ഥ. അങ്ങനെ കഷ്ടപ്പെട്ട് 10 പാസ്സായി. +1 +2 ഞാൻ NCCയിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ ഗ്രേസ് മാർക്കൊക്കെ വെച്ച് തട്ടിക്കൂട്ടി ഞാൻ പാസ്സായി. ഡിഗ്രിക്ക് ഈ പറയുന്ന സയൻസ് സബ്ജക്റ്റ് ഒന്നും പഠിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് എന്ത് പഠിച്ചാൽ ഒരു വിധമെങ്കിലും പഠിക്കാൻ പറ്റും എന്ന് നോക്കിയിട്ട് എല്ലാവരും പറഞ്ഞു, ശരി നീ പോയി BCom ചേരാൻ പറഞ്ഞു. നമുക്ക് പ്രത്യേകിച്ച് ആലോചിച്ച് ചെയ്യാനുള്ളൊരു ഇതില്ലല്ലോ ആ സമയത്ത്. എനിക്കില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ശരി BCom തകർത്ത് കളയാം എന്ന് പറഞ്ഞിട്ട് പോയി. അവിടെ പോയപ്പോൾ എൻ്റർപ്രണർഷിപ്പ്, പിന്നെന്തോ മാനേജ്മെൻറ്റ് എല്ലാം കൂടെ പഠിച്ചപ്പോൾ എനിക്കെല്ലാം കൂടെ ഒന്നുമില്ല തോന്നുന്നു. 2 സബ്ജക്റ്റ് തമ്മിലുള്ള വ്യത്യാസം പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ടാലി അക്കൗണ്ടൻസിയൊക്കെ പഠിച്ചപ്പോൾ എൻ്റെ കിളി പോയി. കാരണം അവസാനം അവർ എന്നെ +1 +2 തൊട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. അത് നടക്കൂലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ആ പരിപാടി നിർത്തി. BCom വേണ്ട, BCom എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. BCom ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് കേട്ടോ. BCom പഠിക്കുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. അറിഞ്ഞുകൂടെങ്കിൽ ഇതാണ് അവസ്ഥ. അത്ര എളുപ്പമുള്ള സബ്ജക്റ്റല്ല BCom. ബുദ്ധിമുട്ട് തന്നെയാണ് പഠിക്കാൻ. അങ്ങനെ ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് ചേരുന്നു. പക്ഷേ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. സംഭവം കൊള്ളാം. നമുക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇച്ചിരി രസമുണ്ട് എന്ന് തോന്നിയ കാര്യമാണ് ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് ചേരുന്നു. അങ്ങനെ ചേർന്നു, പഠിച്ചു. ഞാൻ എല്ലാ വിഷയത്തിനും മോശം മാർക്കാണെങ്കിലും ഇംഗ്ലീഷിന് വലിയ മോശമില്ലാത്ത മാർക്ക് കിട്ടുമായിരുന്നു. നിങ്ങളുടെയൊക്കെ പോലെ തന്നെ നമുക്ക് മാത്സിനും സയൻസിനും ഫിസിക്സിനും ഒക്കെ മാർക്ക് കുറവാണെങ്കിലും ഇംഗ്ലീഷിനും മലയാളത്തിനും ഒക്കെ നമുക്ക് വലിയ മോശമില്ലാത്ത മാർക്ക് കിട്ടുമല്ലോ. അത് തന്നെ സംഭവം. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തന്നെ എടുത്തത്. അങ്ങനെ എടുത്തു. ഫസ്റ്റ് ഇയർ പരീക്ഷ എല്ലാം കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ഊഹത്തിന് കുഴപ്പമില്ലാതെയൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു 60-65% മാർക്ക് കിട്ടാണ്ടാവും. ഇതായിരുന്നു എൻ്റെ ഒരു ധാരണ. കേരള യൂണിവേഴ്സിറ്റി കേട്ടോ, പടയെന്ന് പറഞ്ഞിട്ട് 6 വിഷയമുണ്ട്. അതിൽ 4 വിഷയം പൊട്ടി. എനിക്ക് അങ്ങ് അംഗീകരിക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ എല്ലാം മാത്സിനൊക്കെ ഞാൻ സ്ഥിരം തോൽവിയായിരുന്നു. ഞാൻ ഇംഗ്ലീഷിന് ജീവിതത്തിൽ ഒരിക്കലും തോറ്റിട്ടേ ഇല്ല. ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തിട്ട് തോറ്റു. ഫസ്റ്റ് ഇയർ 6 വിഷയത്തിൽ 4 വിഷയം തോറ്റു. എനിക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചു ഇതും പറ്റത്തില്ല, എന്തായാലും മടുത്തെനിക്ക്, ജീവിതം മടുത്തു. അതായിരുന്നു അവസ്ഥ. അങ്ങനെ സെക്കൻഡ് ഇയർ വന്നു. അപ്പോൾ സെക്കൻഡ് ഇയർ സമയത്ത് എഴുതിയാൽ മതിയല്ലോ, ഫസ്റ്റ് ഇയറും കൂടെ ചേർത്തിട്ട്. സെക്കൻഡ് ഇയർ ഏകദേശം ആയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു സെക്കൻഡ് ഇയർ പോരാ, നമുക്കൊരു കാര്യം ചെയ്യാം, തേർഡ് ഇയറിന് എല്ലാം കൂടെ അങ്ങ് എഴുതിയെടുക്കാം എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് മടുത്തു. ഒന്നും ആരും മാതൃകയാക്കണ്ട കേട്ടോ. ഞാൻ വിചാരിച്ചു ഇത് ഈ പരിപാടിയൊന്നും വേണ്ട എന്നിട്ട് വേറെ ജോലിക്കൊക്കെ പോയി ജോയിൻ ചെയ്തു. ജോലിയൊക്കെ കിട്ടി, ചെറിയ ജോലിയൊക്കെ കിട്ടി. 6000 രൂപയായിരുന്നു ശമ്പളം. നമ്മുടെ ഹീറോ ബൈക്കില്ലേ, ബൈക്കിൻ്റെ കമ്പനിയിൽ ജോലി കയറി, സെയിൽസിൽ. അങ്ങനെ അതങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പോക്ക് ശരിയല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെ ആ സമയത്താണ് എനിക്ക് ഈ പാട്ട് സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു സൈഡിൽ കിടപ്പുണ്ട്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ഓസ്കാർ റസൂൽ പൂക്കുട്ടി കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം, സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. ഇതിനെക്കുറിച്ച് യാതൊരു ഇതുമില്ല, ഒരറിവുമില്ല. എന്നാലും ഞാൻ ട്രിവാൻഡ്രത്താണല്ലോ, എൻ്റെ വീട് ട്രിവാൻഡ്രമാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് C എന്ന് പറഞ്ഞൊരു അക്കാഡമി ഉണ്ട്, സൗണ്ട് എഞ്ചിനീയറിംഗ് അക്കാഡമി. അപ്പോൾ C ചെന്ന് അന്വേഷിച്ചു, എല്ലാം ചെയ്തു. അങ്ങനെ C ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഫോമെല്ലാം മേടിച്ചു, അഡ്മിഷൻ ഫോമൊക്കെ മേടിച്ചു. എല്ലാം മേടിച്ച് ഞാൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ചേട്ടനോട് ചോദിച്ചു, ഞാനപ്പോൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. എല്ലാം വാങ്ങിച്ചു, ഫോമൊക്കെ കയ്യിരിക്കും കേട്ടോ.
ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ്റെ മാതൃകയാണ് കേട്ടോ, ചേട്ടനെ പോലെ യാതൊരു രീതിയിലും അല്ല ഞാനെങ്കിലും പുള്ളി എൻ്റെ മാതൃകയാണ്. പുള്ളി തോറ്റ എൻ്റെ മുന്നിൽ മാത്രമാണ് പഠിപ്പിക്കുന്ന കാര്യത്തിൽ. പുള്ളി ഈ എൻജിനീയറിംഗ് പിള്ളേരെയൊക്കെ പുല്ലുപോലെ പഠിപ്പിക്കുമായിരുന്നു. പക്ഷേ എന്നെ 10ാം ക്ലാസ് പോലും പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല, കാരണം അത്ര മോശമായിരുന്നു ഞാൻ. മനു മോഹൻ എന്നാണ് ചേട്ടൻ്റെ പേര്. പുള്ളി ഒരു തല്ലുള്ള മനുഷ്യനാണ്, എന്നെപ്പോലെ എന്നല്ല. അങ്ങനെ ചേട്ടൻ പറഞ്ഞു, ഇന്നൊരു കാര്യം ചെയ്യും, നീ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചു, പക്ഷേ നീ ഡിഗ്രി ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് പഠിക്കും. അപ്പോൾ ഞാൻ പുള്ളി പറയുന്ന വാക്കിനൊരു വില കൊടുക്കുന്ന ഒരാളായതുകൊണ്ട്, ഇങ്ങനെ പറഞ്ഞ് എനിക്കൊന്നും തള്ളിക്കളയാനും പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ശരി, എന്തെങ്കിലും നാശമാവട്ടെ, ഈ ഡിഗ്രി അങ്ങ് എടുക്കാം. പിന്നെ പഠിക്കാൻ പറ്റുമോ പുല്ല്, ഭയങ്കര പാടല്ലേ. എന്നുവെച്ചാൽ ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുമെങ്കിൽ ആദ്യം തന്നെ എഴുതി പാസ്സാവൂലേ. അപ്പോൾ ഇത് മര്യാദയ്ക്ക് കാര്യമായിട്ട് പഠിച്ചാൽ ഈ പരിപാടി പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ചേട്ടൻ നമ്മുടെ ഒരു വളരെ അടുത്ത ഒരു വ്യക്തിയുണ്ട്, എൻ്റെ സ്വന്തം സഹോദരനെ പോലെ, പുള്ളി ഇന്ന് ജീവിച്ചിരിപ്പില്ല, സുനിച്ചേട്ടൻ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് ആരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാതെ ഇനി ഈ സാധനം എടുത്ത് പൊക്കിക്കൊണ്ടുവരാൻ പറ്റത്തില്ലെന്ന് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ സുനിച്ചേട്ടൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യടാ, എന്നെ പഠിപ്പിച്ച ഒരു ആളുണ്ട്, അങ്ങനെ അടുത്ത് കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞു, ഓ ശരി, നിങ്ങൾ ആരും എടുത്ത് വേണമെങ്കിൽ കൊണ്ടുപോകുക, ഞാൻ വന്നോളാം കൂടെ. അതായിരുന്നു ആറ്റിറ്റ്യൂഡ്. പലരും ഇപ്പോൾ ഉപദേശിക്കും, എന്തോ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ കേൾക്കാതൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഞാൻ എൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. എനിക്ക് ഗൈഡൻസ് ഞാൻ എന്തിനു വേണമെങ്കിലും ഇറങ്ങാം എന്നുള്ള അവസ്ഥയിലായിരുന്നു. ഓക്കെ, അങ്ങനെ സുനിച്ചേട്ടൻ തന്നെ ഒരാളുടെ അടുത്തൊരു മജീഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോകും. പുള്ളിയാണ് അബുചേട്ടൻ, അബു എന്നാണ് അന്ന് വിളിക്കുന്നത്. അബുചേട്ടൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോകും. അബുചേട്ടൻ ഒരു ഭീകര കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഈ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ. അങ്ങനെ അബുചേട്ടൻ്റെ അടുത്ത് പോകുന്നു. അബുചേട്ടൻ കേൾക്കുന്നു, ശരിക്കും തലവനെ ഞാനേറ്റോളം എന്നുള്ള അവസ്ഥയിൽ അബുചേട്ടൻ എന്നെ പഠിപ്പിക്കാമെന്ന് സമ്മതിക്കുന്നു. അബുചേട്ടൻ MA ഇംഗ്ലീഷൊക്കെ പഠിച്ചാണ്, അപ്പോൾ പുള്ളിക്ക് പഠിപ്പിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ പഠിപ്പിച്ച പുള്ളി പക്ഷേ പണ്ട് ഈ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേയൊക്കെ ഈ ട്യൂട്ടോറിയലിലും അങ്ങനെയൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നെങ്കിലും പിന്നെ അപ്പോൾ പുള്ളി അത് വിട്ടിട്ട് PSC പ്രിപ്പറേഷൻ, പുള്ളി ഇന്നിപ്പോൾ ഗവൺമെൻറ് സർവീസിലാണ്. അപ്പോൾ എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് പുള്ളി ഭീകരമായിട്ടുള്ള PSC പ്രിപ്പറേഷൻ നടക്കുകയാണ്. ഒത്തിരി ലിസ്റ്റുകളുടെ പേരും ഒക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ്. പക്ഷെ എന്തോ അബുചേട്ടൻ എനിക്ക് അബുചേട്ടൻ അങ്ങ് ഇഷ്ടമായി. അബുചേട്ടൻ ഒരു എന്താ പറയുന്നത്, ഒരു ഭീകരമായിട്ടുള്ള റിലേഷൻഷിപ്പ് എൻ്റെയും അബുചേട്ടൻ്റെ ഇടയ്ക്ക് വന്നു. എനിക്ക് അബുചേട്ടനെ ഭയങ്കര ഇഷ്ടം. അത് എനിക്ക് അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ നമുക്ക് നമുക്ക് പഠിക്കാൻ ഇഷ്ടമില്ലാത്ത സാധനമായാലും നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചറിനെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ആ സബ്ജക്റ്റ് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം എന്ന് പറയുന്നതിൻ്റെ കൂട്ട് അബുചേട്ടൻ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. ഞാനും കാര്യമായിട്ട് എന്നെ പഠിക്കാൻ തുടങ്ങി. ഈ സാധനം എന്തെങ്കിലും കിട്ടണം, എന്നിട്ട് വേണം CE പോയി ചേരാനേ. അങ്ങനെ അബുചേട്ടൻ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. പഠിപ്പിച്ച് എല്ലാ ദിവസവും പറയടാ, നീ ഇവിടെ 10 മണിക്ക് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 9 ആ വീട്ടിലെത്തും. അബുചേട്ടൻ്റെ അമ്മയുണ്ട്, ആൻറ്റി ഒരു ചായ ഇട്ട് തരും. എന്നിട്ട് ഞങ്ങളങ്ങ് പഠിത്തം നോക്കാം. എവിടെ നിന്ന് തുടങ്ങുന്നൊന്നുമില്ല, അങ്ങ് പഠിത്തം തുടങ്ങുക, അത്ര തന്നെ. എല്ലാ ബുക്കും കൊണ്ടാണ് പോകും. അങ്ങനെ അബുചേട്ടൻ പഠിപ്പിക്കാൻ തുടങ്ങി. ഭീകരപ്പെടുത്തും. സമയമൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചിട്ടില്ല. ആദ്യമായിട്ട് പഠിക്കുകയാണ് കാര്യമായിട്ട്. ഇത്രയും ഹാർഡായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചിട്ടില്ല. അതിനുശേഷവും പഠിച്ചിട്ടില്ല, അതിന് മുന്നേ പഠിച്ചിട്ടില്ല. അങ്ങനെ അബുചേട്ടൻ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. എല്ലാം കൂടെ എനിക്ക് 14 വിഷയമാണ് എഴുതിയെടുക്കേണ്ടത്. 2 വിഷയം പാസ്സായിട്ടുള്ളൂ. 16 വിഷയത്തിൽ 14 തോറ്റിക്കുക. അങ്ങനെ അബുചേട്ടനെ പഠിപ്പിച്ച് ഈ ഫോണിറ്റിക്സ് എന്ന് പറഞ്ഞ പേപ്പറുണ്ട് ഇംഗ്ലീഷിൽ. ആ സാധനം ഭയങ്കര പാടാണ്. അത് കാര്യമായിട്ട് നമ്മൾ ആ ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾക്ക് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അത് ഒരു കഷ്ടപ്പാടി നിൽക്കുന്നു. അങ്ങനെ അബുചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ ഫോണിറ്റിക്സ് പഠിപ്പിക്കാനായിട്ട് വിട്ടു. അത് ഞാൻ പോയി പഠിച്ച് ഒരുവിധം പറ്റുന്ന രീതിയിൽ പഠിച്ചു വെച്ചേക്കോ. അങ്ങനെ റിസൾട്ട് വന്നു. അപ്പോൾ ഞാൻ ഹീറോയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ജോലിക്കിടയിലാണ് എനിക്ക് റിസൾട്ട് വരുന്നത്.
14 വിഷയത്തിൽ 13 വിഷയം ഞാൻ ജയിച്ചു. അപ്പോൾ എന്നെ പഠിപ്പിച്ച ആളുടെ കഴിവ് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ കഷ്ടപ്പെട്ടു. ചുരുക്കി പറയാൻ 13 വിഷയം പാസ്സായി, ഒരെണ്ണം പാസ്സായില്ല. ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. എനിക്ക് തോന്നുന്നു ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ച എല്ലാവർക്കും അറിയാവുന്നുള്ള ഒരു പേടി സ്വപ്നമാണ് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഒരു രീതി പാസ്സാകത്തില്ല, എന്ത് ചെയ്താലും പാസ്സാകത്തില്ല. തുണ്ട് വയ്ക്കാന്ന് പറയും, നമ്മുടെ അറിയാമല്ലോ, ട്രിവാൻഡ്രത്തൊക്കെ തുണ്ട് വയ്ക്കാന്ന് പറയും, ബിറ്റ് വയ്ക്കുക, എല്ലായിടത്തും ഒരു സംഭവം തന്നെ. ഇനിയിപ്പോൾ തുണ്ട് വെച്ചാലും ബുക്ക് വന്നു വെച്ചോ എഴുതിയാലും എന്ത് ചെയ്താൽ ഈ പരീക്ഷ പാസ്സാകത്തില്ല. ഇതെങ്ങനെ പാസ്സാകുമെന്ന് എനിക്കറിയാനും വേണം. ഞാൻ ഒരുവിധം മോശമല്ലാതെ എഴുതിയ പരീക്ഷയാണ്, പക്ഷെ വളരെ മോശം മാർക്ക്, ബാക്കി എല്ലാ വിഷയം ജയിക്കുകയും ചെയ്തു. അപ്പോൾ ഔച്ചേട്ടൻ പറഞ്ഞു, എടാ നമുക്കൊരു കാര്യം ചെയ്യാം. അല്ല, അതിനു മുന്നേ ഈ വിഷയം ഈ 14 വിഷയം പാസ്സാവുന്നതിന് തൊട്ട് മുന്നേ ഒരു സംഭവം ഉണ്ടായി. അഭിച്ചേട്ടൻ പകുതി വെച്ചിട്ട് അഭിച്ചേട്ടന് മടുത്തു. ഈ സാധനം ഭയങ്കര ബുദ്ധിമുട്ട്, ഇത് പഠിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അഭിച്ചേട്ടൻ പറഞ്ഞ ഒരു ഗൈഡൻസ് ഒരു സാറുണ്ട്, സുധാകരൻ സാർ. സാറിൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുവിടാമെന്ന്. സാറ് ആളൊരു സിംഹമാണ്. അപ്പോൾ പുള്ളി പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ എംഫിലിനും നെറ്റിനും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ശരി, അവിടെ കൊണ്ടുപോയിട്ട് അപ്പോൾ കൊണ്ടുപോയപ്പോൾ സാറ് ചോദിച്ചു, എത്ര വിഷയമുണ്ട് എഴുതാൻ മോനെ എന്ന് ചോദിച്ചു. വളരെ ഇച്ചിരി ഹൈറ്റ് പറഞ്ഞു, എൻ്റെ എത്രയ്ക്ക് വരുള്ളൂ സാർ, എത്ര വിഷയമുണ്ട് മോനെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ 14 വിഷയമുണ്ട് എന്ന് പറഞ്ഞു. ഞാനല്ല പറയാം, അഭിച്ചേട്ടനാ പറയും. എപ്പോഴാണ് പരീക്ഷ എന്ന് ചോദിച്ചു. സാറേ 6 മാസമേ ഉള്ളൂ, പറ്റത്തില്ല എന്നപ്പോൾ തന്നെ പറഞ്ഞു. എനിക്കൊരു മിനിമം ഒരു 1.5 വർഷമെങ്കിലും വേണം അത് പഠിപ്പിക്കാനെന്ന് പറഞ്ഞ് അപ്പം തന്നെ പറഞ്ഞു. പിന്നെ അഭിച്ചേട്ടൻ പറഞ്ഞു, ശരിയാടാ നീ വിഷമിക്കണ്ട, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ആയിരുന്നു ഞാനും അഭിച്ചേട്ടനായിട്ടൊരു അംഗം. അതിനുശേഷമാണ് ഞങ്ങൾ ഈ പാസ്സാവുന്നത്. ഞങ്ങൾ തന്നെ പറയാം, ഈ 14 വിഷയം പാസ്സായിട്ട്. അപ്പോൾ അഭിച്ചേട്ടന് കോൺഫിഡൻസ് ആയി, ഇനി നമുക്ക് ശരിയാക്കണം എന്ന് പറഞ്ഞാൽ എന്നെ വീണ്ടും സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. സാറേ റിസൾട്ട് വന്നു, ഇനി ഒരു വിഷയം കൂടെ പാസ്സാകാനുള്ളൂ എന്ന് പറഞ്ഞു. 2 വിഷയമല്ല, ഇനി ഒരു വിഷയം ലാസ്റ്റ് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചോദിച്ചു, ബാക്കിയെല്ലാം കിട്ടി. സാറിന് അത്ഭുതം, ഇതെങ്ങനെ പാസ്സായി എന്നുള്ളൊരു അത്ഭുതം. സാറ് പറഞ്ഞു, ശരി ഈ ഒരു വിഷയം ഞാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. പിന്നെ സാറിനെ പഠിപ്പിച്ചു. എനിക്ക് തോന്നുന്നു സാറ് എന്ന് പറഞ്ഞൊരു, ഞാനും പറഞ്ഞല്ലോ ഒരു സിംഹം എന്ന് പറഞ്ഞല്ലോ, സാറ് കൈവച്ച് കഴിഞ്ഞാൽ മണ്ടനും പൊട്ടനും ഒക്കെ ആയാലും നമ്മൾ പഠിക്കും. അത്ര ഒരു കിടിയിടിലും മനുഷ്യൻ. പുള്ളിയുടെ ക്ലാസ്സിലിരിക്കുന്ന SIമാരും CIമാരും ഒക്കെ ഈ പരീക്ഷ എഴുതിയിട്ട് ടെസ്റ്റൊക്കെ എഴുതി ഗവൺമെൻറ് എക്സാം ഒക്കെ എഴുതാനായിട്ട് ഒരു ക്വാളിഫിക്കേഷൻ ഒക്കെ വേണമല്ലോ. അപ്പോൾ ക്ലാസ്സിലൊക്കെ SI റാങ്കിലുള്ള ആൾക്കാരൊക്കെ പഠിക്കാൻ പറ്റും, എനിക്കറിയാം പേഴ്സണലായിട്ട്. അവർ ഇപ്പോൾ സർവീസിലുള്ള SIമാരാണ്. ഒരു 5 മിനിറ്റ് താമസിച്ചു വന്നാൽ അപ്പോൾ പറയും, ഇറങ്ങിപ്പോക്കോ അടുത്ത നാളെ ഒന്നാമത് ഇന്ന് പറയും. അത്ര അമ്മമാരും ഒരു മനുഷ്യനാണ്. അങ്ങനെ സാറിനെ പഠിപ്പിച്ച് എന്തു പറയാൻ, അതൊരു പഠനമായിരുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി ഈ സാധനം ഇങ്ങനെ പഠിക്കേണ്ടത്. പരീക്ഷ വന്നു. ഞാൻ ആത്മാർത്ഥമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇത്ര നന്നായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. രാവിലെ സാറ് പറയും 10 മണിക്ക് വരണം കേട്ടോ അങ്ങനെ, ഭയങ്കര സ്നേഹമാണ് നമ്മുടെ, അത്ര നല്ലൊരു മനുഷ്യൻ. സാറ് പറഞ്ഞു, ശരി 10 മണിക്ക് വരണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 9:50 എത്തി സാറിനെ വിളിക്കും. സാറേ ഞാൻ എത്തി എന്ന് പറയുമ്പോൾ, മോനെ ഇരിക്കും ഞാൻ പോരാന്ന് പറഞ്ഞിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ പഠിക്കും, വേറെ ആരുമില്ല. അങ്ങനെ പുള്ളിയെ പഠിപ്പിക്കാൻ തുടങ്ങും. ഞാൻ കാര്യമായിട്ടിരുന്ന് പഠിക്കും. അങ്ങനെ പരീക്ഷ വന്നു. അപ്പോൾ എനിക്കറിയാമല്ലോ ഞാൻ ജയിക്കുന്ന അറിയാം, കാരണം ഞാൻ ക്ലാസ് ടെസ്റ്റൊക്കെ ഇട്ട് എഴുതി തഴമ്പിച്ചു. ഇനി ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഞാൻ എഴുതും. ആ ഒരു അവസ്ഥയിലെ പരീക്ഷ വന്നു, റിസൾട്ട് വന്നു, തോറ്റു. എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ ഈ പണ്ട് ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ എല്ലാ A+ കിട്ടുന്ന പിള്ളേരൊക്കെ റീവാലുവേഷൻ കൊടുക്കുക എന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് പരമപുച്ഛമായിരുന്നു. എന്തിനാണ് ഇവന് പ്രാന്താന്നൂടെ 9 A+ ഒരു Aയും കിട്ടിയിട്ട് ആ ഒരു Aക്ക് വേണ്ടി റീവാലുവേഷൻ പോകും. ഞങ്ങൾക്ക് ഇവിടെ D+ കിട്ടിയിട്ട് സന്തോഷിക്കും. അതായിരുന്നു നമ്മുടെ ഒരു ഐഡിയ. അപ്പോൾ എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് റീവാലുവേഷൻ കൊടുക്കുന്നു, ആ പേപ്പർ സ്ക്രൂട്ടണിക്ക് കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഇതിനൊക്കെ കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരു പരീക്ഷയുടെ പേപ്പറൊക്കെ എടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു പ്രാവശ്യം ഭൂമി ചുറ്റിയിട്ട് വരാം, അത്രയും സമയമെടുക്കും. അതിനിടയ്ക്ക് ഈ തോറ്റ പരീക്ഷ വീണ്ടും നടത്തി. വീണ്ടും ആ പരീക്ഷ ഞാൻ എഴുതി. അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു എനിക്ക് ആ സ്ക്രൂട്ടിനിയുടെ പേപ്പർ കിട്ടുന്നത്. അപ്പോഴത്തേക്കും ഞാൻ ഈ പരീക്ഷ പാസ്സായി. ആ പരീക്ഷ പാസ്സായതോടെ ഞാൻ എൻ്റെ മനസ്സിൽ ഒരു കാര്യം ക്ലിയറായി. ഞാനിനി അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത്, ഞാൻ അധ്യാപകനാണോ എന്ന് തീരുമാനിച്ചു. ഞാനിനി പഠിപ്പിക്കാനാണ് പോകുന്നത്. ഭയങ്കര ക്ലിയറായി, എൻ്റെ ലൈനെല്ലാം ക്ലിയറായി. പക്ഷെ നമുക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര മോശം സ്ഥിതിയിലായിരുന്നു ആ സമയത്ത്. വീട്ടിൽ ഞാൻ മൂത്ത മോനാണ്, അപ്പോൾ എനിക്ക് അതിനായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഇനി അടുത്ത ബി.എഡിന് പോയി ഇതെല്ലാം കഴിഞ്ഞ് വരാനായിട്ട് സമയമെടുക്കും എന്നെനിക്ക് നല്ല ഇതുള്ളതുകൊണ്ട് എനിക്ക് ആ സമയത്താണ് എൻ്റെ ഒരു ജോലി സാധ്യത ഇങ്ങനെ വരുന്നത്, ബാംഗ്ലൂർ. പക്ഷെ എനിക്ക് ഭീകരമായിട്ടുള്ള വിഷമം, എനിക്ക് യാതൊരു താല്പര്യം എൻ്റെ മനസ്സിലില്ല. കാരണം എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് നല്ല ഒരു ബോധ്യം ഉണ്ടായിരുന്നു. എനിക്ക് പഠിപ്പിക്കണം, അടുത്തെനിക്ക് ഒരു സാറാവണം എന്നായിരുന്നു എൻ്റെ ഒരു ഭയങ്കര ഇൻസ്പിറേഷനായിരുന്നു എനിക്ക്. സുധാകരൻ സാറും അബുച്ചേട്ടനായാലും എല്ലാവരും. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടത്തോടെ ഞാൻ ചെയ്യാൻ പോകുന്നൊരു ജോലി എന്നുള്ള രീതിക്ക് ആയിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ സാഹചര്യം ഇതായിരുന്നു. അങ്ങനെ ഒരു ദിവസം സാറ് എന്നെ വിളിച്ച്, അച്ഛനെ വിളിച്ചു, എൻ്റെ അച്ഛനെ വിളിച്ച് വീട്ടിൽ വരാൻ പറഞ്ഞു. രണ്ടുപേരും ഒരുമിച്ച് റിസൾട്ട് വന്നതിന് ശേഷം എന്നിട്ട് സാറ് പറഞ്ഞു, ഇവ രക്ഷപ്പെടും, നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ സമയത്ത് ഇങ്ങനെ ഒരു ജോലിയുടെ സാഹചര്യം വന്നു. എന്തെങ്കിലും ജോലി ചെയ്തേ പറ്റും. ഇപ്പം ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നതിനെ ചിന്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലെത്തി. അങ്ങനെയാണ് ഞാൻ ബാംഗ്ലൂർ ആദ്യമായിട്ട് ഇൻ്റർവ്യൂവിന് പോകുന്നത്. ബ്ലൂ ഡാർട്ട് ഏവിയേഷൻ ലിമിറ്റഡ്, ആ പേര് ഞാൻ ആദ്യമായിട്ട് അപ്പോഴാണ് കേൾക്കുന്നത്. ബ്ലൂ ഡാർട്ട്, നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും ബ്ലൂ ഡാർട്ട് എന്താണെന്നല്ലേ. ബ്ലൂ ഡാർട്ട് ഏവിയേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഗോ എയർലൈനാണ് ബ്ലൂ ഡാർട്ട് ഏവിയേഷൻ ലിമിറ്റഡ്. ഞാൻ ഇന്നേ ഒരു അതിന് തൊട്ട് മുന്നേ ഒരു ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. ട്രിവാൻഡ്രത്ത് ഇട്ടാവട്ടത്ത് ഇറങ്ങുന്ന എനിക്കെന്തോ ഇതിന് ഫ്ലൈറ്റ്. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോവുകയാണ്. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ യോഗ്യത എന്ന് പറഞ്ഞാൽ എനിക്കിതിനെക്കുറിച്ച് യാതൊരു അറിവില്ല എന്നാണ് എൻ്റെ ഏറ്റവും വലിയ യോഗ്യത. ഒന്നും അറിഞ്ഞൂടെങ്കിൽ നമുക്ക് ടെൻഷൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂവിന് പോയപ്പോൾ കുറച്ച് ആൾക്കാരുണ്ട്. ഇതിനിടയ്ക്ക് വെള്ള ഷർട്ടും, നമ്മുടെ ഈ എയർപോർട്ടിലെ കാണാമല്ലോ, നല്ല തൂവുള്ള ഷർട്ടും നല്ല ടൈ ഒക്കെ ഇട്ട് കുറച്ച് ടീംസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഈ പോകുന്നൊക്കെ ആരാന്ന് നമുക്കറിയാൻ മേല. പക്ഷെ ആരൊക്കെയാണ് കാര്യം, അവരൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എണീക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും എന്നെ കണ്ടു ഒരു പുള്ളി ചിരിച്ചു, ഞാനും ചിരിച്ചു. ഇരിക്കുക കേട്ടോ, സമയം ഇരിക്കുക കേട്ടോ, നമുക്ക് വിളിക്കാം എന്ന് പറഞ്ഞു. നല്ല സുന്ദരൻ, ഈ പറഞ്ഞ ആരെക്കുറിച്ചാണെന്ന് ഇപ്പം ഞാൻ പറഞ്ഞുതരാം. കാണാൻ നല്ല സുന്ദരൻ, നല്ല ഡീസൻറ്റ് ലുക്കുള്ളൊരു മനുഷ്യൻ, നല്ല തൂവുള്ള ഷർട്ടും നല്ല നീല ടൈയൊക്കെ ഇട്ടിട്ട് പുള്ളിയാണ് പറഞ്ഞിട്ട് പോയത്. ഇച്ചിരി വയറൊക്കെ ഒരു മനുഷ്യൻ. അതാരാന്ന് നമുക്കറിയാൻ മേല, മലയാളിയാന്ന് മനസ്സിലായി. എന്താ വിളിക്കാൻ പോയി, വിളിക്കാമെന്ന് പറഞ്ഞല്ലോ, ശരി വിളിക്കാം. ഞാനവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ബാംഗ്ലൂർ നല്ല തണുപ്പാണ്. ഈ തണുപ്പിൽ തണുത്ത് വിറച്ച് അങ്ങനെ ഇരിക്കുന്ന സമയം. കുറച്ച് കഴിഞ്ഞ് ശരി, അപ്പോൾ ഈ ബ്ലൂ ഡാർട്ടിൻ്റെ ഓഫീസ് ഒരു 3 നില കെട്ടണം. അങ്ങനെ മേലോട്ട് വിളിച്ചു, മേലോട്ട് പോയി ഇരിക്കാൻ പറഞ്ഞു. ഒരു ചില്ലുകൂടൊക്കെ ഇട്ടിട്ടുള്ള ഒരു കോൺഫറൻസ് ഹാളിനകത്ത് എന്നെ കൊണ്ടിരുത്തി. ഇൻ്റർവ്യൂവിന് വിളിക്കാം ഇരിക്കും എന്ന് പറഞ്ഞു. ശരി ഇരുന്നു. ശരി വരാൻ പറഞ്ഞു. എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ കേട്ടോ. എൻ്റെ മണ്ടത്തരങ്ങളാണ് ഇനി കേൾക്കാൻ പോകുന്ന ലിസ്റ്റായിട്ട്. അങ്ങനെ ഞാൻ ആ റൂമിനകത്തോട്ട് കയറിയപ്പോൾ ഈ പറഞ്ഞ എന്നെ നേരത്തെ വിളിച്ചില്ലേ തൂവുള്ള ഷർട്ടിട്ട ആ ടൈട്ട് ആ പുള്ളി, ഞാൻ ചേട്ടാന്ന് കേട്ടോ ആദ്യം വിളിക്കുന്നത്. അത് നമ്മുടെ ഓരോ മണ്ടത്തരങ്ങളുടെ ഒരു കാര്യമാണ് പറയുന്നത്. നമുക്ക് അറിഞ്ഞൂടല്ലോ, നമുക്ക് ഇത്ര വെളിവില്ല സംഭവം. നമുക്കൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, നമ്മുടെ ഒരു മനുഷ്യൻ ആരാണ് എന്നൊന്നും ചിന്തിക്കുന്ന പോലുമില്ല.
അപ്പോൾ ഈ പുള്ളിയും ആ കൂട്ടത്തിരിപ്പുണ്ട്, ഇൻ്റർവ്യൂ എടുക്കുന്ന ആളാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ പുള്ളിയുടെ റേഞ്ച്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതേപോലെ ഈ തോളുള്ള ഷർട്ടിട്ട് ടൈ ഒക്കെ ഇട്ട ഒരു 4 പേര് അവിടെ ഇരിപ്പുണ്ട്. ആ ഒരു പാനൽ 4 പേര് എന്നെ ഇൻ്റർവ്യൂ ഇരിക്കുക. 4 പേര് എന്നെ ഇൻ്റർവ്യൂ ചെയ്യാം. ഒരാളെ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തകരും. 4 പേര് മാറുന്ന ഇംഗ്ലീഷല്ല, ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇവർ ഏത് ഭാഷക്കാരാണെന്നോ ഒന്നും എനിക്കറിയാൻ പറ്റില്ല. നല്ല ഉഗ്രനായിട്ട് എല്ലാവരും ഇംഗ്ലീഷ് പറയുന്നു. സാധാരണ മലയാളി ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല. ഇതൊന്നും മനസ്സിലാവാത്ത രീതിക്ക് അവർ ഇൻ്റർവ്യൂ ചെയ്തു. അപ്പോൾ ഞാൻ ഈ പോകുന്നതിന് മുന്നേ ഈ നമ്മുടെ വിക്കിപീഡിയയിലൊക്കെ നോക്കുമല്ലോ എന്താ സംഭവം എന്നെക്കുറിച്ചൊക്കെ ഒരു ചെറിയൊരു ഡീറ്റെയിൽ, അത് മാത്രമേ എനിക്കറിയാവൂ. വേറെ എനിക്കൊന്നും അറിയാൻ പറ്റില്ല. അതിലൊരു പുള്ളി പറഞ്ഞു, ഇത് തുറന്നിട്ട് ഭയങ്കര രസമാണ്, ഏതൊന്നും ഒരിക്കലും മറക്കില്ല കേട്ടോ. എൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ നോക്കി, വളരെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാൽ തന്നെ അറിയാം അതിനൊരു ലോക പരാജയമാണ്. D+, C+ എന്നൊക്കെ പറഞ്ഞിട്ട് A+ കമ്പ്യൂട്ടറിന് മാത്രം. അതായിരുന്നു അവസ്ഥ. ശരി, അപ്പോൾ ഈ സാധനമൊക്കെ നോക്കുന്നൊരു മനുഷ്യന് മനസ്സിലാവില്ല. ഇതെല്ലാം നോക്കി പുള്ളി ഭയങ്കര രസികനായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ പുള്ളിയുടെ ആദ്യത്തെ ചോദ്യം വരും, എന്തുകൊണ്ടാണ്, അപ്പോൾ പുള്ളി ചോദിക്കും, എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തകർന്നടിഞ്ഞു ഞാൻ, എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ്, വൈ യു ചൂസ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് വെച്ചു. അദ്ദേഹത്തിൻ്റെ പേര് T. ജോർജ് എന്നാണ്, തോമസ് ജോർജ്. എൻ്റെ ഒരു ഐക്കോണാണ് പുള്ളി, എന്നും ഇന്നും ഇനിയെന്നും. അപ്പോൾ ഞാൻ സാർ ഐ ലവ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. തള്ളു, ചുമ്മാ തള്ളുവാ. അപ്പോൾ പുള്ളി അങ്ങ് പൊട്ടിച്ചിരിച്ചു. അപ്പം ഞാൻ അറിയുന്നില്ലല്ലോ നമ്മുടെ ഈ പറയുന്നതിൻ്റെ അബദ്ധത്തിൻ്റെ ഇനി എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചിരിച്ചതുപോലെ പുള്ളിയും ചിരിച്ചു. എന്നിട്ട് പുള്ളി ചോദിച്ചു, ഇസ് ഇറ്റ്, ഐ എം വെയിറ്റിംഗ് ഫോർ ദിസ് ആൻസർ എന്നോ. ഞാൻ ഇത് പറയും, ഈ ആൻസറിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ പുള്ളിയുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുവാണ്, ഐ ലവ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ട്. നമ്മളറിയാലോ നമ്മൾ തോറ്റ് കഷ്ടപ്പെട്ടിട്ട് ജയിച്ചതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുവാണ്, എന്തുവാണ് ആൻ്റണി ആൻഡ് ക്ലിയോപാട്രയുടെ ആൻ്റണിയുടെ ഭാര്യയുടെ പേരെന്തോ. ഞാൻ പറഞ്ഞു, സാർ ക്ലിയോപാട്ര അബ്ദുള്ള ക്ലിയോപാട്ര. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇറ്റ്സ് നോട്ട് ക്ലിയോപാട്ര, ഇറ്റ്സ് മിറാൻഡ എന്ന് പറഞ്ഞു. അടിപൊളി, തകർന്നു. പിന്നെ എന്തൊക്കെയാണ് ചോദിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ എന്തൊക്കെയോ ചോദിച്ചു. പിന്നെ നമുക്ക് അന്നും എന്തെങ്കിലുമൊക്കെ പറയുക എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ നാവുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ പറയുക. ഇപ്പം ഈ പറയുന്നതിൻ്റെ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക. അങ്ങനെ എന്തായാലും പുള്ളി പറഞ്ഞു, എനിക്ക് എന്തായാലും നിനക്ക് ഈ ഫീൽഡിൽ ജോലി ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊന്നും ഈ സർട്ടിഫിക്കറ്റിലില്ലെന്നറിയാം. ശരി എന്ന് പറഞ്ഞു, എന്നെ അങ്ങ് വിട്ടു. ശരി, ഞാൻ അറിയിക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഇതിനെക്കുറിച്ച് ഒരു അറിവില്ല. ഒരു 6-7 മാസത്തേക്ക് ഒരു അറിവില്ല. അങ്ങനെ ഒരു ദിവസം എനിക്ക് കോൾ വരുന്നു, സെലക്ട് ആയിട്ടുണ്ട്, കയറിക്കോ. മാനസികമായിട്ട് എനിക്ക് യാതൊരു ഇൻട്രസ്റ്റും കാര്യമായിട്ടില്ല ഈ ഇതിലോട്ട് കയറാൻ, ഫീൽഡിൽ കയറാൻ. എന്തായാലും എനിക്കൊരു ജോലി കിട്ടി, തൊഴിൽ കിട്ടിയില്ലേ. അങ്ങനെ ഞാൻ ജോലിക്ക് കയറുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട, ഞാൻ എന്നും നന്ദിയോടെ ഓർക്കുന്ന ഒരു കാലഘട്ടമാണ് എൻ്റെ ആദ്യത്തെ ഒരു ജോലി. എയർപോർട്ട് ലൈഫ് സ്റ്റാർട്ടായി. ഞാൻ 0 എന്ന് പറയുന്നത് ഒരു തെറ്റാണ്. ഞാൻ മൈനസിൽ നിന്നൊരു വ്യക്തിയായിരുന്നു. എന്നെ അവർ ട്രെയിൻ ചെയ്തു. സുരേഷ് ബാബു സാർ എന്നെ ആദ്യം എന്നെ വിളിച്ചില്ല, ടൈറ്റ്, അദ്ദേഹത്തിൻ്റെ പേരാണ് K. സുരേഷ് ബാബു. പിന്നെ എൻ്റെ അടുത്ത് ഈ ചോദ്യം ചോദിച്ചില്ല, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, പുള്ളിയാണ് T. ജോർജ്. പിന്നെ അവിടെ സ്റ്റേഷൻ മാനേജേഴ്സും ഇവരൊക്കെ തന്നെ വളരെ ഈ ഇൻഡസ്ട്രിയിൽ റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന ഇൻസ്ട്രക്ടേഴ്സായിരുന്നു. ആ പുള്ളിയാണ് ഞാൻ കയറി ചേട്ടാന്ന് വിളിച്ചത്. അപ്പോൾ ഇവരൊക്കെ എന്നെ പഠിപ്പിച്ച് ഒന്നും അറിഞ്ഞൂടാത്ത ഒരു മനുഷ്യനെ ഒരു വെളിവുള്ള ഒരുത്തനാക്കി എന്ന് പറയാം. അതിനുശേഷം എന്താ പറയുന്നത്, എനിക്ക് ഈ പറഞ്ഞ ഈ 2 പേര് എൻ്റെ ഹീറോസാണ്. ബാബു സാറും ജോർജ് സാറും എൻ്റെ ഹീറോസാണ്. ഞാൻ എൻ്റെ ലൈഫിൽ എന്ത് ഒരു സ്ട്രഗിൾ വരുമ്പോഴും
ഈ ഈ ഫീൽഡിൽ ഒരു സ്ട്രഗിൾ വരുമ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ എൻ്റെ മുന്നേ വരുന്ന 2 മുഖങ്ങളിൽ ഇവരാണ്, ബാബു സാറും ജോസറും. എനിക്ക് അത്ര മാനസികമായിട്ട് എൻ്റെ മനസ്സിൽ സ്ഥാനമുള്ള 2 പേരാണ്. ഇനി ഭയങ്കര ഹീറോസാണ്. ഞാൻ എൻ്റെ ഫോണിൽ തന്നെ ഞാൻ സേവ് ചെയ്തിട്ടേക്കുന്നത് ബാബു സാറിൻ്റെ ഗുരു, ജോസ് സാർ മൈ ഹീറോ ആണ്. അങ്ങനെ ഈ 2 പേരും അപ്പോൾ ഇവരെന്നെ പഠിപ്പിച്ചു. ഇവർ ഓൾ ഇന്ത്യ ഇൻസ്ട്രക്ടേഴ്സാണ്. ഓൾ ഇന്ത്യയിൽ നമ്മളെ പഠിപ്പിക്കുന്ന വ്യക്തികളാണ്. എത്രയോ ആയിരക്കണക്കിന് സ്റ്റുഡൻസിനെ അവർ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ക്ലാസ്സിലിരിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബാബു സാറ് പഠിപ്പിച്ച കാര്യങ്ങൾ, ബാബു സാറിൻ്റെ ക്ലാസ്, ആ ഒരു ക്ലാസ്സിലേക്ക് ഇരിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്. ബാബു സാറിൻ്റെ ജോസ് സാറിൻ്റെ ക്ലാസ്സിൽ ഇരിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്. ഞാൻ ഇന്നിപ്പോൾ സോപ്പിടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞാനിന്ന് ആ കമ്പനിയിലല്ല ജോലി ചെയ്യുന്നത്. അവർക്കിനി എനിക്കൊന്നും പ്രത്യേകിച്ചും ചെയ്തു തരാനുമില്ല, എനിക്ക് അവർക്കൊന്നും ചെയ്തു കൊടുക്കാനുമില്ല. അപ്പോൾ ഞാൻ ചുമ്മാ കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ. അത്ര സൂപ്പർ മനുഷ്യന്മാർ. നമുക്ക് ആ കൊതിയാവും ഈ മനുഷ്യന്മാരെ കണ്ടു. ജോസ് സാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഡ്രസ്സിങ് സ്റ്റൈല്, നടപ്പ് കണ്ടാൽ തന്നെ ഒരു സ്വാഗാണ്. നമുക്കങ്ങ് അമ്മാര് മനുഷ്യൻ. പുള്ളിക്ക് ഒരു ഡസ്റ്റർ കാർ, അപ്പം എനിക്ക് കാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുള്ളി ആ ഡസ്റ്റർ കാറിൽ വന്നിട്ട് തിരിച്ചു പോകുന്നൊരു പോക്കൊക്കെ ഉണ്ട്. എൻ്റെ ദൈവമേ, എന്നെങ്കിലും ഈ മനുഷ്യനെ പോലെ ആവാൻ പറ്റിയിരുന്നു എന്ന് ആലോചിക്കാത്ത ഒരു മനുഷ്യനും ആ സ്റ്റേഷനിലുണ്ടാവില്ല. അത് സത്യമായിട്ടുള്ള കാര്യം. ബാബു സാറിനെ പോലെ അറിവുണ്ടാവണം എന്നാഗ്രഹിക്കാത്ത ഒരു മനുഷ്യനും ഇന്ന് വരെ ആ ക്ലാസ്സിൽ ഇരുന്നിട്ട് പോയിട്ടുണ്ടാവും. അമ്മാതിരി മനുഷ്യൻ. അങ്ങനെ അവിടെ നിന്നാണ് എൻ്റെ ട്രെയിനിങ്. അവിടെ ഇഷ്ടംമാതിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സൂപ്പർ പ്രൊഫഷണൽസ് എല്ലാവരും. അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ട്രെയിനിങ്സ്, നമ്മളൊരു കാര്യത്തിനെ എത്ര സീരിയസ് ആയിട്ട് കാണണം. ഈ കളി ഇപ്പം മാറ്റി ആ ഒരു കളി മൂഡിൽ നിന്ന് മാറ്റി കമ്മിങ് ടു സീരിയസ് മാറ്റി നമ്മളൊരു വിഷയത്തിന് എത്ര സീരിയസ് ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന ചെറിയ മിസ്റ്റേക്സ് എത്ര വലിയ ഔട്ട്കം ഉണ്ടാക്കും എന്നൊക്കെ ഞാൻ പഠിച്ചത് ഇവിടെ നിന്നാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ജോലി തന്ന മൈലേജാണ് ഇന്നിപ്പോൾ 8 വർഷത്തിന് ശേഷം ഞാൻ ഇന്ന് ഈ ജോലിയിൽ എന്തെങ്കിലും മോശമല്ലാതെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ the complete credit goes to these people who trained me when I was nothing.